എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കവേ നിന്നപഥ്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും. ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിതവർണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയയുക്തയായീടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനീകനായോരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി. സാരസ സംഭവന ആയതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി. ശീതകിരണൻ നീ രോഹിണീ ജാനകി. ആതിഥേയാധിപൻ നീ ശചീ ജാനകി. ജാതവേദസ്സു നീ സ്വാഹാമഹീസുത. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സംവൽക്കരീ സീതാ. രാജരാജൻ നീ വസുന്ധരാ ജാനകി. രാജപ്രവരകുമാരാ രഘുപതേ. രാജീവലോചനാ രാമാദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വദ്രുമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തത്സർവവുമേവ നീ. ചേതോ വിമോഹനം സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീദേവിയും. നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നുമിങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനമവ്യാകൃതമായതും. പിന്നെയതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വമെന്നതതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയ ജാല സംയുക്തമായോന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും. ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യായെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു മന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ.
സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നതൊക്കെയോർക്കും വിധവും. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ. ത്വൽകഥാനാമശ്രവണാദി കൊണ്ടുടനുൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നീടുമില്ലൊരു സംശയം. ത്വദ്ഭക്തഭൃത്യഭൃത്യന്മാരിലേകനെന്നൽപജ്ഞനാമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ.